എല്ലാ മാന്യ പ്രേക്ഷകർക്കും ലുക്ടോപ്പ് റൂഫിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈ റേഞ്ചിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. കട്ടപ്പനയിലാണ്. കട്ടപ്പനയിലെ ഏലത്തോട്ടങ്ങൾക്ക് നടുവിലായിട്ട് ഒരു ഭംഗിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീട്. ഈ വീടിൻ്റെ ഉടമസ്ഥൻ സ്ഥിരമായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹം നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്ന ആളാണ്. അദ്ദേഹം ഒരു ദിവസം വിളിച്ചിട്ട് നിങ്ങൾ ഇന്നപ്പോൾ വർക്ക് തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ച് അങ്ങനെ ആ സമയത്ത് നിങ്ങൾ പോരുകയായിരുന്നു ചെയ്യുന്നത്. നമ്മുടെ മെറ്റീരിയൽ നേരത്തെ കാണുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭാഷണ രീതിക്കോ ഒന്നും നിന്നിട്ടില്ല. അദ്ദേഹത്തിന് ഇത് താല്പര്യമായി. അങ്ങനെ ഈ വർക്ക് നമ്മൾ ഏറ്റെടുത്തു. അദ്ദേഹം തന്നെ ഒരു ചെറിയ ഒരു അളവും കാര്യങ്ങളുമൊക്കെ റഫായിട്ട് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ അളവനുസരിച്ച് കുറച്ച് സാധനം അധികം കരുതിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഏകദേശം ചെയ്ത് കഴിഞ്ഞു. ഒരു 1118 സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് നമുക്ക് ഷിംഗിൾസിൽ ചെയ്യാൻ കിട്ടിയത്. അതിൻ്റെ റിഡ്ജസും ഉണ്ടായിരുന്നു. അപ്പം ഇത് നല്ല, ഞാൻ പറഞ്ഞതുപോലെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായതുകൊണ്ട് കുറച്ച് വഴിയും കാര്യങ്ങളൊക്കെ ഞാനന്ന് വീഡിയോയിൽ എടുത്തതാണിത്. നല്ല റോഡിൽ നിന്ന് കുറച്ചകത്തേക്ക് മാറി നിൽക്കുന്നൊരു വീടാണ് ഇത്. ഞാൻ പറഞ്ഞതുപോലെ കാപ്പിയും കുരുമുളകും ഏലവും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന കൃഷി. നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രകൃതിയാണ്, അന്തരീക്ഷമാണ്. നല്ല തണുപ്പുണ്ട്. നമ്മൾ ചൂട് കാലാവസ്ഥയിൽ നിന്നൊക്കെ ഒരു 100 കിലോമീറ്റർ ഓടി കഴിഞ്ഞപ്പോഴത്തേന് നല്ല തണുത്ത കാലാവസ്ഥയിലേക്ക് ക്ലൈമറ്റ് ചേഞ്ചായി വന്നു. നമ്മുടെ ദോസ്ത് വണ്ടിയിലാണ് നമ്മൾ ഈ മെറ്റീരിയലുമായിട്ട് വന്നത്. രാത്രി ആയതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നെങ്കിൽ പോലും രാത്രി 1 മണിയായപ്പോഴത്തേന് നമ്മൾ ഈ സൈറ്റിലെത്തി. ഉറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ നമുക്ക് ഒരു 6 മണിയായപ്പോഴത്തേന് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കനേഡിയൻ റൂഫിങ്ങിൻ്റെ BP എവറസ്റ്റ് 42 സീരീസിലെ സ്ലൈറ്റ് ഗ്രേ എന്ന് പറയുന്നൊരു കളറാണ്. ഇദ്ദേഹം ഒരു പിക്ചറിലൂടെ മാത്രം എനിക്ക് കളർ സെലക്റ്റാക്കി തന്നതാണ്. ഇവിടുത്തെ വീടിന് വളരെ മനോഹരമായി വരികയും ചെയ്തത്. ഏതായാലും ആളുകളുടെ കുറേ അധികം സംശയങ്ങളുണ്ട്. മഴ സമയത്ത് നമുക്ക് റൂഫ് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി അങ്ങോട്ട് മഴയാണ്. അപ്പോൾ മഴ സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആളുകൾ സ്വാഭാവികമായ ചോദ്യം. റൂഫിന് മുകളിൽ അത് മെൽറ്റ് ആവുമോ? ആണി എന്തിനാണ് അടിക്കുന്നത്? ആണി അടിച്ചാൽ റൂഫിന് എന്തെങ്കിലും തരത്തിലുള്ള കേട് വരുമോ? നിങ്ങൾ ഇതിൻ്റെ അളവ് ഏത് രീതിയിലാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, ആണി നമ്മൾ അടിക്കുന്നത് നമ്മുടെ മെഷർമെൻറ്റ് സെറ്റ് ചെയ്ത് പോകുന്നൊരു ലൈനുണ്ട്. ആ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, കൃത്യമായിട്ടിരിക്കണം. അതുപോലെ നമ്മൾ നല്ല ചരിവാണ്. അപ്പം ആ താൽക്കാലിക സമയത്തേക്ക് ഇത് മെൽറ്റാകുന്ന സമയം വരെയാണ് ശരിക്കും പറഞ്ഞാൽ ആണിയുടെ ആവശ്യമുള്ളത്.
ആണി അതിന് അടിയിലാണ് നമ്മൾ ഓരോ ഷിംഗിൾസിൻ്റെയും ഇൻസൈഡ് ഏരിയയിലാണ് ഫിക്സ് ചെയ്യുന്നത്. അതിന് മുകളിൽ അടുത്ത ഷീറ്റ് വരുന്ന ഓവർലാപ്പ് ആകുന്നത് കൊണ്ട് ആണിയിലേക്ക് വെള്ളം വീഴുകയോ തുരുമ്പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ റൂഫിൻ്റെ 1/2 ഇഞ്ച് താഴ്ചയിലേക്ക് മാത്രമേ ഈ ആണി ഇറങ്ങി പോവുകയുള്ളൂ. 1 ഇഞ്ചിൻ്റെ സ്റ്റീൽ ആണിയാണ് നമ്മളിതിലേക്ക് നെയിൽ ചെയ്യുന്നത്. പിന്നെയുള്ള ചോദ്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അളവാണ്. അളവ് ഏത് രീതിയിലാണ്? സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ അളവ് നോക്കുന്നത്. നമ്മുടെ സർഫസ് എത്രയുണ്ടോ ആ പ്രതലത്തിൻ്റെ ഘടന അനുസരിച്ച് നമ്മൾ അതിൻ്റെ അളവെടുക്കും. അതുപോലെ റണ്ണിങ് ഫീറ്റിൽ നമ്മൾ അളവെടുക്കുന്നതിൻ്റെ റിഡ്ജസാണ്. ഈ 2 മൂലകൾ ചേർന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ ഈ ഷിംഗിൾസ് എല്ലാം ലേ ചെയ്തതിന് ശേഷമാണ് റിഡ്ജ് നമ്മൾ ലേ ചെയ്യുന്നത്. അത് കമത്തെന്ന് പറയും. അപ്പോൾ അതിനും നമ്മൾ റണ്ണിങ് ഫീറ്റിൽ അളവെടുക്കും. നമ്മളൊരു സ്ക്വയർ ഫീറ്റ് നമ്മൾ സാധാരണ രീതിയിൽ ഷിംഗിൾസ് ലേ ചെയ്യുന്നത് റേറ്റ് പറയുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു സ്ക്വയർ ഫീറ്റിന് 110 രൂപ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈടാക്കുന്നത്. അത് ഏറ്റവും നല്ല സർവീസും കാര്യങ്ങളും ഒക്കെ നമുക്ക് തരാൻ കഴിയുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല ഒരു ബ്രാൻഡാണ് കനേഡിയൻ റൂഫിങ്ങിൻ്റെ BP എന്ന് പറയുന്ന ബ്രാൻഡ്. 40 വർഷത്തെ വാറണ്ടിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇത്തരം ഏതെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടുക, തീർച്ചയായിട്ടും സഹകരിക്കുക. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇങ്ങനൊരു ആവശ്യമുള്ള ആളുകളെ നിങ്ങൾക്കറിയാൻ സാധിക്കുമെങ്കിൽ അവർക്കും ഇത് പറഞ്ഞു കൊടുക്കുക. അപ്പം തൊഴിൽ രംഗത്ത് നിൽക്കുന്ന ആളുകളെ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ ആളുകളോടും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇതൊരു ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് ആളുകൾ ഈ രംഗത്ത് തൊഴിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.